പുന്നൂക്കരയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിനിടെ സുഹൃത്തിനെ ഭിത്തിയിൽ തലയിടിച്ചു കൊലപ്പെടുത്തി. വടക്കാഞ്ചേരിയിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തി. വാഴക്കോട് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് കടയുടമ കുഴഞ്ഞു വീട് മരിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലയിൽ വ്യാപകമായി പോലീസ് പരിശോധന. ഹാഷിഷ് ഓയിലുമായി യുവാവിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂരിൽ MDMA-യുമായി 3 പേർ പിടിയിൽ. ചാലക്കുടി നഗരസഭയിൽ പുതിയ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച നടക്കാനിരിക്കെ കോൺഗ്രസിൽ നാടകീയ രംഗങ്ങൾ. കൌൺസിലർമാർക്ക് DCC പ്രസിഡന്റ് വിപ്പ് നൽകി. തലൂരിൽ ദേശീയപാത ഡിവൈഡറിലെ കുഴിയിൽപ്പെട്ട് റോഡിലേക്ക് വീണ വയോധികൻ കാറടിച്ച് മരിച്ചു. മരോട്ടിച്ചൽ സ്വദേശി ജോസഫാണ് മരിച്ചത്. മലയോരത്തെ പാടശേഖരങ്ങളിൽ കളശല്യം രൂക്ഷമായി. മുണ്ടകൻ പാടങ്ങളിലാണ് കളശല്യം കൂടുതലായി കാണപ്പെടുന്നത്. ഇരിങ്ങാലക്കുട കല്ലേറ്റുങ്കര ഉണ്ണിമിശുക ദേവാലയത്തിൽ ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്ന മോഷണം. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. തീരദേശ മണൽ ഖനനത്തിനെതിരെ വ്യാഴാഴ്ച തീരദേശ ഹർത്താൽ. സംയുക്ത മത്സ്യത്തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് ഹർത്താൽ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പുത്തൂർ പുന്നൂക്കരയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിനിടെ സുഹൃത്തിനെ മർദ്ദിച്ചു കൊന്നു. പുന്നൂക്കര സ്വദേശി ചിറ്റേത്ത് പറമ്പിൽ 45 വയസ്സുള്ള സുധീഷാണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെറോട്ട വിഷ്ണു എന്ന് വിളിക്കുന്ന പുന്നൂക്കര സ്വദേശി വട്ടപ്പറമ്പിൽ വിഷ്ണുവിനെ ഒല്ലൂർ SHO PM വിമോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. സുകുമാരൻ എന്നയാളുടെ വീട്ടിൽ വെച്ച് മദ്യപിക്കുന്നതിനിടയിലാണ് വാക്കുതർക്കമുണ്ടായത്. വർഷങ്ങൾക്ക് മുൻപ് സുധീഷിന്റെ സഹോദരിയെ വിഷ്ണു കളിയാക്കിയതുമായി ബന്ധപ്പെട്ടാണ് തർക്കം നടന്നത്. തർക്കത്തിനിടെ സുധീഷിന്റെ തല വിഷ്ണു ഭിത്തിയിലടിച്ച് പരിക്കേൽപ്പിച്ചു. ആക്സിൽ ബ്ലേഡ് കൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. മർദ്ദനത്തിൽ സുധീഷിന് തലയ്ക്കും നെഞ്ചിനും കൈക്കും പരിക്കേറ്റു. സുധീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. വടക്കാഞ്ചേരിയിൽ വാക്കുതർക്കത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ചു. വടക്കാഞ്ചേരി അരിമ്പൂർ വീട്ടിൽ 45 വയസ്സുള്ള സേവ്യറാണ് മരിച്ചത്. ഇയാളോടൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അനീഷിനും കുത്തേറ്റു. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെ വടക്കാഞ്ചേരി പോലീസ് ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ചാണ് കുത്തേറ്റത്. പ്രതി വിഷ്ണുവിന്റെ വീടിന് മുൻവശത്തായിരുന്നു സംഭവം. ഇയാൾ ഒളിവിലാണ്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് വിഷ്ണു. സേവ്യറും വിഷ്ണുവും തമ്മിലുള്ള മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പറയുന്നു. പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വാഴക്കോട് കടയുടെ മുന്നിൽ കാർ നിർത്തിയിട്ടതുമായുള്ള തർക്കത്തെ തുടർന്ന് കടയുടമ കുഴഞ്ഞു വീണ് മരിച്ചു. സിദ്ദിഖ് സ്റ്റോർ ഉടമ കുറ്റിമുച്ചിക്കൽ 55 വയസ്സുള്ള അബ്ദുൾ അസീസാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഉത്രാളിക്കാവ് പൂരം കാണാനെത്തിയ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാർ കടയുടെ മുന്നിൽ നിർത്തുകയും കടയുടമ കാർ മുൻഭാഗത്തു നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് നടന്ന വാക്കുതർക്കത്തിന് ശേഷം കാർ എടുത്തുപോയ യുവാക്കൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായി പറയുന്നു. രാത്രി 11 മണിക്ക് യുവാക്കൾ വീണ്ടും എത്തി കടയുടെ ഉള്ളിൽ കയറി വാക്കുതർക്കവും ഉന്തും തള്ളുമുണ്ടായി. യുവാക്കൾ പോയ ഉടനെ അബ്ദുൾ അസീസ് കുഴഞ്ഞു വീഴുകയായിരുന്നു. വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. നടവരമ്പ് സ്വദേശി ചിറയിൽ വീട്ടിൽ ദീപകിനെയാണ് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് പരിസരത്തു നിന്നും ഹാഷിഷ് ഓയിലുമായി പിടികൂടിയത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനീഷ് കരീം, സബ് ഇൻസ്പെക്ടർ നാസർ, ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ, സൂരജ് വി ദേവ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിൻഡോ എന്നിവർ ഹാഷിഷ് ഓയിൽ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ചാലക്കുടിയിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിലെ ഒരാളെ കൂടി ചാലക്കുടി എക്സൈസ് സംഘം പിടികൂടി. കഞ്ചാവ് കടത്തിയ ഒഡീഷ സ്വദേശി ബസന്ത് ബോയിയെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്നും 1 കിലോ 600 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അനീഷ് പുത്തിലത്ത്, KK രാജു, ഷിജു വർഗീസ്, NU ശിവൻ, സിവിൽ എക്സൈസ് ഓഫീസർ KS കാവ്യ എന്നിവരും ചേർന്നുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന പരിശോധനയിൽ MDMA-യുമായി 3 പേർ പിടിയിൽ. കടുപ്പശ്ശേരി സ്വദേശി നെടുമ്പുരയ്ക്കൽ ക്രിസ്റ്റോ, മനക്കലപ്പടി സ്വദേശി അലങ്കാരത്ത് പറമ്പിൽ ജസ്വിൻ, അവിട്ടത്തൂർ സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത ആൾ എന്നിവരെയാണ് MDMA-യുമായി പിടികൂടിയത്. ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് 3 പേരെയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നായി പിടികൂടിയത്.
ചാലക്കുടി KSRTC സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് 19 ബോട്ടിൽ ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി. ആസാം നാഗാവോൺ സ്വദേശി അബ്ദുൾ ഇസ്ലാമിനെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. വിൽപ്പനയ്ക്ക് ആവശ്യക്കാരെ കാത്തു നിൽക്കുമ്പോഴാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ചാലക്കുടി നഗരസഭയിൽ പുതിയ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച നടക്കാനിരിക്കെ കോൺഗ്രസിൽ നാടകീയ രംഗങ്ങൾ. തൃശൂർ DCC ഓഫീസിൽ KPCC സെക്രട്ടറി AI ഷുക്കൂറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഉപാധ്യക്ഷയ്ക്കായി നറുക്കെടുപ്പ് നടന്നു. രണ്ട് ഗ്രൂപ്പിലെയും സ്ഥാനാർത്ഥികൾക്ക് 13 വോട്ടുകൾ വീതം ലഭിച്ചപ്പോൾ നറുക്കെടുപ്പ് നടത്തി. കണ്ണമ്പുഴ വാർഡിൽ നിന്നുള്ള C ശ്രീദേവിക്കാണ് നറുക്ക് വീണത്. മുൻ ചെയർമാൻ VO പൈലപ്പനാണ് ശ്രീദേവിക്ക് വേണ്ടി രംഗത്തുണ്ടായിരുന്നത്. നിലവിൽ ചെയർമാൻ ഷിബു വാലപ്പന്റെയും കൂട്ടരുടെയും പിന്തുണ നിത പോളിനായിരുന്നു. ജോയ് ചാമോളപ്പിൽ DCCയിലെ യോഗത്തിന് പങ്കെടുത്തിരുന്നില്ല. UDFിലെ 28 കൌൺസിലർമാർക്കും C ശ്രീദേവിക്ക് വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വിപ്പ് നൽകി. ബെന്നി ബെഹനാൻ MP, MLA സുനേഷ് കുമാർ ജോസഫ് എന്നിവരുടെ പിന്തുണ ഉണ്ടായിരുന്നിട്ടും നിത പോളിന് ഭൂരിപക്ഷം ഉണ്ടാക്കാനായില്ല. ഇവരുടെ ഗ്രൂപ്പിൽ 16 കൌൺസിലർമാർ ഉണ്ടായിരുന്നിട്ടും അവസാന മണിക്കൂറുകളിൽ 3 പേർ മറുകണ്ഠം ചാടിയതായി പറയുന്നു. ഇരു വിഭാഗങ്ങൾക്ക് വേണ്ടിയും കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതാക്കൾ വരെ ഇടപെട്ടിരുന്നു. തലൂർ ബൈപ്പാസിൽ ദേശീയപാത ഡിവൈഡറിലെ കുഴിയിൽപ്പെട്ട് റോഡിലേക്ക് വീണ വയോധികൻ കാറിടിച്ച് മരിച്ചു. മരോട്ടിച്ചൽ സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ 78 വയസ്സുള്ള ജോസഫാണ് മരിച്ചത്. മകൻ സുമേഷിനോടൊപ്പം തലൂർ BRDയിൽ കാർ സർവീസിന് കൊടുക്കാൻ എത്തിയതായിരുന്നു ജോസഫ്. കാർ സർവീസിന് കൊടുത്തതിന് ശേഷം ഇരുവരും വീട്ടിലേക്ക് പോകാൻ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ഡിവൈഡറിലെ കുഴിയിൽ കാൽ കുടുങ്ങി ജോസഫ് റോഡിലേക്ക് വീഴുകയായിരുന്നു. മകന്റെ മുൻപിൽ വെച്ചായിരുന്നു ദാരുണ സംഭവം. ആലപ്പുഴയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയ കുടുംബം സഞ്ചരിച്ച കാറാണ് ജോസഫിനെ ഇടിച്ചത്. അപകടത്തിൽ തെറിച്ചു വീണ ജോസഫിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രി എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മലയോരത്തെ പാടശേഖരങ്ങളിൽ കളശല്യം രൂക്ഷമായി. മുണ്ടകൻ പാടങ്ങളിലാണ് കളശല്യം കൂടുതലായി കാണപ്പെടുന്നത്. നെൽച്ചെടികൾക്കൊപ്പം വളർന്ന് കതിരിട്ട് നിൽക്കുകയാണ് കളകൾ. കൊയ്ത്തു നടക്കുമ്പോൾ പാടത്ത് വീഴുന്ന കളകളുടെ വിത്തുകൾ അടുത്ത തവണ വിളയിറക്കുമ്പോൾ വീണ്ടും നെൽച്ചെടികൾക്കൊപ്പം വളർന്നു വരും. വിത കഴിഞ്ഞ് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നെൽച്ചെടികൾക്കിടയിൽ കളകൾ മുളച്ചു പൊന്തുവാൻ തുടങ്ങും. തുടക്കത്തിൽ നെൽച്ചെടികളും കളകളും തിരിച്ചറിയാൻ പ്രയാസമായതിനാൽ ഇവയെ നീക്കം ചെയ്യുക എളുപ്പമല്ല. കളനാശിനി പ്രയോഗിച്ചിട്ടും ഇവയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്നില്ലെന്ന് കർഷകർ പറയുന്നു. നെൽച്ചെടികളിൽ കതിര് വന്ന് വിളയുന്നതിനൊപ്പം കളകളും കതിരിടും. കളകളുടെ ആധിക്യം മൂലം നെൽച്ചെടികൾക്ക് നൽകുന്ന വളം കളകൾ വലിച്ചെടുക്കുന്നത് വിളവ് കുറയാൻ ഇടയാക്കുന്നതായി കർഷകർ പറയുന്നു. വിത്തിലൂടെയാണ് പലപ്പോഴും കളകൾ പാടശേഖരങ്ങളിലേക്ക് എത്തുന്നത്. ഇരിങ്ങാലക്കുട കല്ലേറ്റുങ്കര ഉണ്ണിമിശിഹ ദേവാലയത്തിൽ ഓഫീസിന്റെ വാതിൽ കുത്തിത്തുറന്ന് മോഷണം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് മോഷണം നടന്നത്. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ പള്ളിയിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മുഖം മറച്ച് ഫുൾ കൈ ഷർട്ടുമിട്ട് കയ്യിൽ സഞ്ചിയുമായാണ് മോഷ്ടാവ് പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആളൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായാണ് സൂചന. കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനന നയത്തിനെതിരെ സംയുക്ത മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രഖ്യാപിച്ച തീരദേശ ഹർത്താൽ വ്യാഴാഴ്ച ആചരിക്കും. ഹർത്താലിന്റെ ഭാഗമായി മത്സ്യബന്ധന തുറമുഖങ്ങളും മാർക്കറ്റുകളും പ്രവർത്തിക്കില്ല. മത്സ്യവിതരണ മേഖലയെയും ഹർത്താലിന്റെ ഭാഗമാകും. LDFും UDFും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിലെ വിവിധ തീരദേശ മേഖലകളിൽ പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. തീരദേശ ഹർത്താലിന്റെ പ്രചരണാർത്ഥം CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളംബരജാഥ നടത്തി. ചെങ്കോട്ട നഗറിൽ നിന്നും പുത്തൻ കടപ്പുറം സെന്ററിലേക്ക് നടത്തിയ വിളംബരജാഥ CPM തിരുവത്ര ലോക്കൽ സെക്രട്ടറി KH സലാം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് TM ഹനീഫ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി റീന കരുണൻ, MA ബഷീർ, കൌൺസിലർ ഉമ്മു റഹ്മത്ത് എന്നിവർ സംസാരിച്ചു. 1.5 വർഷം മുൻപ് താമസിച്ചിരുന്ന വാടക വീടിന്റെ വാടക കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് ഗൃഹനാഥനെ വഴിയിൽ തടഞ്ഞു നിർത്തി ഇരുമ്പുവടി കൊണ്ട് മർദ്ദിച്ചതായി പരാതി. കൊടകര ആലത്തൂർ സ്വദേശി തൈവളപ്പിൽ വീട്ടിൽ രഘുവിനാണ് മർദ്ദനമേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ രഘുവിനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടുടമയും സുഹൃത്തും ചേർന്ന് അസഭ്യങ്ങൾ പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. നിലവിളി കേട്ട് പ്രദേശവാസികൾ എത്തിയപ്പോഴേക്കും പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. ഇരുമ്പ് ആയുധം ഉപയോഗിച്ചതായിരുന്നു ആക്രമണം. വാടക കുടിശ്ശികയായ 17,000 രൂപ വേണമെന്ന് പറഞ്ഞ് വീട്ടുടമ നിരന്തരം ശല്യപ്പെടുത്താറുണ്ടായിരുന്നതായി രഘു പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളിൽ ഒരാളെ കൊടകര പോലീസ് കസ്റ്റഡിയിലെടുത്തു.
ദേശങ്ങൾ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞതോടെ ഉത്രാളിക്കാവ് പൂരത്തിന് സമാപനമായി. വടക്കാഞ്ചേരി ദേശത്തിന്റെ പുലർച്ചെ വെടിക്കെട്ടിന് ശേഷം 3 ആനകളുടെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. ക്ഷേത്ര കോമരത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പൊങ്ങലടിയിൽ നിരവധി സ്ത്രീകൾ പങ്കെടുത്തു. തുടർന്ന് കോമരം കൽപ്പനയ്ക്ക് ശേഷമായിരുന്നു ദേശങ്ങളുടെ ഉപചാരം ചൊല്ലൽ. ഉത്രാളിക്കാവ് പൂരം കണ്ടു മടങ്ങുന്നതിനിടെ ബൈക്ക് അപകടത്തിൽ മുണ്ടത്തിക്കോട് CPM ബ്രാഞ്ച് സെക്രട്ടറി മരിച്ചു. പന്തക്കൽ വീട്ടിൽ വിശ്വംഭരന്റെ മകൻ 34 വയസ്സുള്ള ബിബിനാണ് മരിച്ചത്. പാർലിക്കാട് വ്യാസ കോളേജിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. അത്താണി സിൽക്കിലെ ജീവനക്കാരനാണ്. എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടി കൺട്രോൾ റൂമിലെ പോലീസുകാരൻ മരിച്ചു. വിയൂർ സ്വദേശി 51 വയസ്സുള്ള രമേഷ് ബാബുവാണ് മരിച്ചത്. ഉത്രാളിക്കാവ് പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. ദേശീയപാത 66ന്റെ വികസനത്തിന്റെ ഭാഗമായി അടിപ്പാതയില്ലാത്ത 3 പ്രധാന സെന്ററുകളിൽ നടപ്പാതയ്ക്ക് സാധ്യത തെളിയുന്നു. കയ്പമംഗലം കൊപ്രക്കളം സെന്ററിലും കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസ് ഭാഗത്തും എസ്എൻപുരം പള്ളിനടയിലുമാണ് ഫുട് ഓവർ ബ്രിഡ്ജുകൾ പണിയുക. ബെന്നി ബെഹനാൻ എംപിയുടെ നേതൃത്വത്തിൽ കയ്പമംഗലത്ത് നടന്ന NH അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും യോഗത്തിലാണ് തീരുമാനമായത്. നടപ്പാതകൾ നിർമ്മിക്കുന്നതിനായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് നൽകേണ്ടതുണ്ട്. ഇരുവശത്തുമായി ചുരുങ്ങിയത് 2.5 സെന്റ് വീതം സ്ഥലമെങ്കിലും നൽകിയാലേ NH ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുകയുള്ളൂ. ദേശീയപാതയ്ക്ക് 45 മീറ്റർ വീതിയായതിനാൽ ഇതിനുള്ളിൽ നടപ്പാത നിർമ്മിക്കാനാകില്ല. ഇതിനായി ഇനി സ്ഥലം ഏറ്റെടുക്കുവാനും NHന് കഴിയില്ലെന്നും പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. ET ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭന രവി, TK ചന്ദ്രബാബു, MS മോഹനൻ, NHAI പ്രോജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ, ടീം ലീഡർ സുബ്റാവ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അത് നന്നാകും തന്നെ പ്രതീക്ഷിച്ചു. ഞങ്ങൾക്ക് ആരിടപെട്ടാലും കുഴപ്പമില്ല, ഏതാണ് എങ്ങനെ വന്നാലും. മഹാശിവരാത്രി നാളിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ ഉറക്കമൊഴിഞ്ഞ് പിതൃതർപ്പണത്തിനായി എത്തുന്ന ആയിരങ്ങളെ വരവേൽക്കാൻ ആറാട്ടുപുഴ മന്ദാരക്കടവ് ഒരുങ്ങി. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണത്തിനെത്തുന്ന ആറാട്ടുപുഴ മന്ദാരക്കടവിൽ ശിവരാത്രി ആഘോഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 1 മുതൽ രാവിലെ 9 വരെയുള്ള ബലിതർപ്പണത്തിനായി സാധന സാമഗ്രികളും കർമ്മികളും കടവിൽ സജ്ജമായി കഴിഞ്ഞു. ഒരേ സമയം 500 പേർക്ക് തർപ്പണം നടത്താവുന്ന സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബലിതർപ്പണത്തിന് ശേഷം കുളിക്കാൻ കടവിൽ താൽക്കാലിക ഷവർ ഒരുക്കിയിട്ടുണ്ട്. ഭക്തർക്ക് തിലഹോമം, കൂവളപ്പറ, പുഷ്പാഞ്ജലി, എള്ളുതിരി തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിനുള്ള സൗകര്യവുമുണ്ട്. കഴിഞ്ഞ വർഷം 13,000-ഓളം പേർ ഇവിടെ ബലിതർപ്പണത്തിനെത്തിയെന്നാണ് ഏകദേശ കണക്ക്. ഇത്തവണ അതിലേറെ ആളുകൾ എത്തുമെന്നാണ് കരുതുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും പിതൃതർപ്പണത്തിന് ശേഷം കഴിക്കാൻ ലഘുഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. അഗ്നിസുരക്ഷാ സേനയുൾപ്പെടെ സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. രാമമന്ത്രവും ശിവമന്ത്രവും ഒന്നിക്കുന്ന പുഴയോരത്ത് ശിവാരാധനയിലൂടെയും പിതൃതർപ്പണത്തിലൂടെയും ദേവപിതൃപ്രീതി നേടി സായുജ്യമടയാനായി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. TCV ന്യൂസ്, തൃശൂർ. തിരുവത്ര മഹാശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്ര മേൽശാന്തി മനോജ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവടിയോരവുണ്ടായിരുന്നു. ഗജവീരൻ കൊളക്കാടൻ ശിവപ്രസാദ് തിടമ്പേറ്റി. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ KM തനീഷ്, MA ജനാർദ്ദനൻ, MK ഷാജി, PD ജയരാജൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചാവക്കാട് മണത്തല ശ്രീ നാഗയക്ഷി ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. വിവിധ ഉത്സവാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശിങ്കാരിമേളം, തെയ്യം, കാവടി തുടങ്ങിയ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിൽ എത്തി സമാപിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ കുന്നത്ത് സുബ്രഹ്മണ്യൻ, ആലിൽ വേദുരാജ്, രാമി പ്രസാദ്, ഇക്കോണൻ സോമൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി കരകന്നൂർ വടക്കേടത്തുമന നാരായണൻ നമ്പൂതിരി, മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കീഴ്ശാന്തി രാമദാസ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ ലക്ഷദീപം തെളിയിച്ചു. അവണിശ്ശേരി ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഭക്തി നിർഭരമായി. തെയ്യം, കാവടിയാട്ടം എന്നീ ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒമ്പതുങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സമാജത്തിന് കീഴിലെ ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ നടന്ന സമൂഹാഭിഷേകത്തിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. കോടശ്ശേരി മലയുടെ താഴ്വാരത്തുള്ള ക്ഷേത്രത്തിൽ നട തുറന്നതു മുതൽ ഭക്തജനങ്ങളുടെ തിരക്കായിരുന്നു. തന്ത്രി പ്രതിനിധി മണികണ്ഠൻ, മേൽശാന്തി കുട്ടൻ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ശ്രീ സുബ്രഹ്മണ്യ സമാജം ഭാരവാഹികളായ ഷീല വിപിനചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ ചെമ്പകശ്ശേരി, ശ്രീജിത്ത് കളപ്പുരയ്ക്കൽ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാഞ്ഞാണി തൃക്കുന്നത്ത് ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഭക്തി നിർഭരമായി. ശിവരാത്രിയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും പ്രസാദവൂട്ടും നടന്നു. പഴയന്നൂർ കോടത്തൂർ മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. ഡോക്ടർ സിന്ധു ശ്രീകുമാർ പഴയന്നൂരിന്റെ സോപാന സംഗീതം, മെഗാ തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി എന്നിവ നടന്നു. പ്രസാദവൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പാലിശ്ശേരി അനിലിന്റെ നേതൃത്വത്തിൽ ആൽത്തറമേളവും ഉണ്ടായിരുന്നു. മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീരുദ്ര ഹോമം നടന്നു. കക്കാട് വാസുദേവ നമ്പൂതിരി പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ശ്രീരുദ്ര ഹോമവും ജലധാരയും നടന്നു. മേൽശാന്തി സൗരവ് മിശ്ര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. NSS എരുമപ്പെട്ടി യൂണിറ്റിന്റെ തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. കനകമല കലയിടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ശിവേലി, ചുറ്റുവിളക്ക്, നിറമാല, സഹസ്രനാമാർച്ചന, ചന്ദനം ചാർത്ത് എന്നിവ നടന്നു. മേളത്തിന് കൊടകര ഉണ്ണി നേതൃത്വം നൽകി. കല്ലൂർ ഞെല്ലൂർ പാടത്ത് വധൂവരന്മാരോടൊപ്പം വിവാഹ ഫോട്ടോഷൂട്ടിനെത്തിയ ഫോട്ടോഗ്രാഫറെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലൂർ ഞെല്ലൂർ സ്വദേശി വടക്കേടത്ത് വീട്ടിൽ ബ്രജീഷ്, കല്ലൂർ പാലക്കപ്പറമ്പ് സ്വദേശി പണിക്കാട്ടിൽ വീട്ടിൽ പവൻ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 23-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഞെല്ലൂർ സ്വദേശി സനിത്തിനാണ് പരിക്കേറ്റത്. ഫോട്ടോഷൂട്ടിനായി എത്തിയ സനിത്തും ലഹരി ഉപയോഗിച്ചു നിന്നിരുന്ന പ്രതികളും തമ്മിൽ ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. ഇതേ തുടർന്ന് ക്യാമറാമാനായ സനിത്തിനെ പ്രതികൾ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പുതുക്കാടുള്ള വീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് പിടികൂടിയത്. പുതുക്കാട് SHO വി സജീഷ് കുമാർ, SI ലാലു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത്, ഷഫീഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ കീഴിലുള്ള വലപ്പാട് ബീച്ച് ബ്രഹ്മതേജോമയം ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷം ഭക്തി നിർഭരമായി. ഉത്സവത്തോടനുബന്ധിച്ച് കാവടി ആഘോഷം നടന്നു. ദേവസ്വം പ്രസിഡന്റ് KN രാജൻ, സെക്രട്ടറി PK ജയൻ, ട്രഷറർ ലാൽ ആളൂപ്പറമ്പിൽ, ദേവസ്വം ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശിവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തറ അവിലിശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ മണ്ണുത്തി സംഗീത ഭാരതിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഭക്തിഗാനസുധ ശ്രദ്ധേയമായി. ശ്രീ സുനിൽകുമാർ, രചന അംബിക, ഭഗീരഥി രാജേഷ്, വിനോദ്, ബീന പി മേനോൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. മുള്ളൂർക്കര ഇരുനിലങ്കോട് ക്ഷേത്രത്തിന് സമീപത്തുള്ള കാട്ടിൽ വൻ തീപിടുത്തം. നാട്ടുകാരും വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ അഗ്നിശമന സേനയും ചേർന്ന് 2 മണിക്കൂർ കൊണ്ടാണ് തീയണച്ചത്. പ്രിയ കഥാകാരിയുടെ സ്മരണകൾ വേരിറങ്ങിയ മണ്ണിൽ നീർമാതളം ഒരിക്കൽ കൂടി പൂവിട്ടു. മലയാളിയുടെ മനസ്സിൽ നല്ല കഥകളുടെ നെയ്പായസം വിളമ്പിയ കമല സുരയ്യ എന്ന മാധവിക്കുട്ടിയുടെ ഓർമ്മയ്ക്കായി കോട്ടപ്പുറം കായലോരത്ത് നട്ട നീർമാതളം ഇന്ന് ആംഫി തിയേറ്റർ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ അടയാളമാണ്. പൂത്തുനിൽക്കുന്ന നീർമാതളം കാണാൻ ഒട്ടനവധി പേരാണ് കോട്ടപ്പുറത്തെത്തുന്നത്. മാധവിക്കുട്ടിയുടെ മരണാനന്തര ചടങ്ങുകൾ നടന്ന ദിവസത്തിലാണ് കോട്ടപ്പുറം പുഴയോരത്ത് നാട്ടുകാർ നീർമാതളത്തൈ നട്ടത്. മുസരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പുഴയോരം നവീകരിച്ച് ആംഫി തിയേറ്റർ ഒരുക്കിയപ്പോൾ നീർമാതളത്തൈ സ്ഥലം മാറ്റി നടുകയും തറകെട്ടി സംരക്ഷിക്കുകയും ചെയ്തു. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലങ്ങളാണ് നീർമാതളത്തിന്റെ പൂക്കാലം. വർഷങ്ങളായി കോട്ടപ്പുറത്തെ നീർമാതളം പൂക്കാലം വിനോദസഞ്ചാരികളെ ആകർഷിച്ചു പോരുന്നുമുണ്ട്. ഈ കോട്ടപ്പുറം കായലോരത്തിന് വളരെ മനോഹാരിതമായി നമ്മുടെ ഈ കായലോരത്ത് വളർന്നു വന്നിരിക്കുന്ന ഈ നീർമാതളം ഒരു കാലത്ത് ഒരു ഒട്ടനവധി ചെറുപ്പക്കാരെല്ലാവരും കൂടിയും നട്ടുപിടിപ്പിച്ച്, പക്ഷേ ഇത് വളരെ മനോഹരമായി ഇന്ന് പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഇത് കേരളത്തിൽ ലോകത്തെവിടെയും നീർമാതളം എന്ന് പറയുമ്പോൾ മാധവിക്കുട്ടി അമ്മയുടെ ഓർമ്മയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അവരുടെ ആ ഓർമ്മ നിലനിൽക്കുന്ന ഈ നീർമാതളം കേരളത്തിൻ്റെ തന്നെ ഒരു പ്രശസ്തമായ ഒരു സ്ഥലമായി മാറിയിരിക്കുന്ന ഈ കോട്ടപ്പുറം കായലോരത്ത് പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഒട്ടനവധി പേര് ഇത് അറിഞ്ഞ് ഇത് കാണുവാൻ വരുന്നുണ്ട്. ഇടനാട്ടിലെയും മലനാട്ടിലെയും പുഴയോരങ്ങളിൽ സ്വാഭാവികമായി വളർന്നു വരുന്ന വൃക്ഷമാണ് നീർമാതളം. കാപ്പാരേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന നീർമാതളത്തിന്റെ ശാസ്ത്രനാമം ക്രെട്ടേവ മാഗ്ന എന്നാണ്. മാഗ്ന എന്ന സ്പീഷ്യസ് നാമത്തിന് വലുത്, മഹത്തരം എന്നിങ്ങനെയാണ് ലാറ്റിൻ ഭാഷയിൽ അർത്ഥം. 4 ബാഹ്യദളങ്ങളും 4 ദളങ്ങളുമുള്ള നീർമാതള പൂക്കൾ ആദ്യം വിരിയുന്നത് വെള്ളയോ ക്രീം നിറത്തിലോ ആയിരിക്കും. പൂർണ്ണമായി വിരിഞ്ഞു കഴിഞ്ഞാൽ ഇവ ഇളം മഞ്ഞ നിറത്തിലായി മാറും. മൂത്രാശയ രോഗങ്ങൾക്ക് ഫലപ്രദമായ ഔഷധം കൂടിയാണ് നീർമാതളം. നീർമാതള പൂക്കളുടെ സുഗന്ധം കാറ്റിൽ വന്നെത്തുന്ന എത്രയോ നേർത്ത ഒരു ഗാനശകലം പോലെയാണ്. നീർമാതള പൂക്കളുടെ മണം അമ്മയുടെ താരാട്ടായിരുന്നു. രാത്രികാലങ്ങളിൽ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന അമ്മയുടെ ആശ്ലേഷത്തിൽ നിന്ന് സ്വന്തം ശരീരത്തെ മോചിപ്പിച്ച് എത്രയോ തവണ ജനലിലേക്ക് ഓടിയിട്ടുണ്ട്. പൂത്തുനിൽക്കുന്ന നീർമാതളം ഒരു നോക്കുകൂടി കാണുവാൻ എന്ന് മാധവിക്കുട്ടി പറഞ്ഞു കണക്കെ നീർമാതളത്തിന്റെ പൂക്കാലം ആസ്വദിക്കാൻ കാഞ്ഞിരപ്പുഴയോരം തേടിയെത്തുകയാണ് പലരും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തോളൂർ വെറ്ററിനറി ഡിസ്പെൻസറിക്ക് സമീപം മരക്കൊമ്പ് കാറ്റിൽ ഒടിഞ്ഞു വീണ് കെട്ടിടത്തിന് മുകളിലെ ഷീറ്റ് തകർന്നു. പഞ്ചായത്ത് ട്രീ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മരം മുറിക്കാൻ അനുവാദം ലഭിച്ച കാലപ്പഴക്കം ചെന്ന മരങ്ങളിലൊന്നാണ് വീണത്. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി സ്ഥലം സന്ദർശിച്ച് മരം മുറിച്ചുമാറ്റുവാൻ നിർദ്ദേശം നൽകി. ആദിവാസി ഭൂസമര നേതാവ് MN പുഷ്പൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. വരന്തരപ്പള്ളി കള്ളിച്ചിത്ര നഗർ സ്വദേശിയാണ്. മുളങ്ങുത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ആദിവാസി മേഖലയിൽ നിരവധി ഭൂസമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതുവഴി നിരവധി ആദിവാസി കുടുംബങ്ങൾക്ക് കൃഷിഭൂമി ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ദീർഘകാലം പട്ടികവർഗ സഹകരണ സംഘം പ്രസിഡന്റായിരുന്നു. മുൻപ് CPI-ML നേതൃനിരയിലുണ്ടായിരുന്നു. ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി കുടൂരിൽ സൗജന്യ യോഗ പരിശീലന പദ്ധതി തുടങ്ങുന്നു.
200-ലധികം സ്ത്രീകളാണ് ഇവിടെ യോഗ പരിശീലിക്കുന്നത്. കുഴൂർ പഞ്ചായത്തിന്റെ ആരോഗ്യ കേരളം പദ്ധതിയോടൊപ്പം ദേശീയ ആയുഷ് മിഷനും ചേർന്നാണ് യോഗ പരിശീലിപ്പിക്കുന്നത്. ഏപ്രിൽ മുതൽ ഗർഭിണികൾക്കുള്ള പ്രത്യേക യോഗ പരിശീലനം ആരംഭിക്കും. ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തിലാണ് ദേശീയ ആയുഷ് മിഷൻ പദ്ധതിയിൽ കുഴൂരിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ യോഗ പരിശീലിപ്പിക്കുന്നത്. കുട്ടികൾ മുതൽ 80 വയസ്സുള്ള രാധാമണി വരെയുള്ളവർ എല്ലാ ദിവസവും യോഗ ചെയ്യുന്നുണ്ട്. 2.5 മാസമാണ് സാധാരണയായി ഒരു കോഴ്സായി കണക്കാക്കുന്നത്. രോഗങ്ങൾക്കനുസരിച്ച് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ടെന്നും ഗർഭിണികൾക്കുള്ള യോഗ വലിയ മാറ്റമുണ്ടാക്കുമെന്നും ക്ലിനിക്കൽ യോഗ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി പാർവതി പറഞ്ഞു. ആബാലവൃദ്ധജനങ്ങൾക്കും യോഗ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതാണ് യോഗയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വേനലവധിക്ക് കുട്ടികൾക്ക് യോഗ നമ്മൾ ട്രെയിനിങ് അഭ്യാസം കൊടുക്കും. അപ്പോൾ അവർ കുറച്ചുകൂടെ ഫിസിക്കലി ആക്റ്റീവ് ആവാനും മെൻ്റലി അവർക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആവാനും പിന്നെ കോൺസെൻട്രേഷൻ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും കുട്ടികളെ വളരെയധികം യോഗ സഹായിക്കും. അപ്പം ഇവിടെ ഒത്തിരിയും വയ്യാത്ത അമ്മമാരുണ്ട്. ഇപ്പം ഇവിടെ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ പ്രായഭേദമന്യ ആൾക്കാരുണ്ട്. ചെറിയ പ്രായത്തിലുള്ളവരുണ്ട്, മുതിർന്നവരുണ്ട്, നല്ല പ്രായത്തിലുള്ള 80 വയസ്സുള്ള അമ്മമാർ ഇവിടെ വന്നിട്ട് യോഗ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ നല്ല വ്യത്യാസങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ തന്നെ സാധിക്കാറുണ്ട്. ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ കെ നിഷ, പ്രൊജക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ രവീന്ദ്രൻ എന്നിവരും രോഗികൾക്കാവശ്യമുള്ള യോഗ പരിശീലന രീതികൾ പകർന്നു നൽകും. എല്ലാ ദിവസവും രാവിലെ മുതൽ 1 മണിക്കൂറാണ് ബാച്ച് തിരിച്ച് പരിശീലിപ്പിക്കുന്നത്. സാധാരണ ജീവിതം നയിക്കുന്നവർക്കുള്ള യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആർത്രൈറ്റിസ് ബാധിച്ചവർക്ക് പ്രത്യേക ചികിത്സയുടെ ഭാഗമായുള്ള യോഗ പരിശീലനത്തിനായി നിരവധി പേരാണുള്ളത്. ഇവർക്ക് രോഗത്തിന്റെ തീവ്രതയനുസരിച്ച് യോഗയുടെ രീതിയും ദൈർഘ്യവും വ്യത്യാസപ്പെടും. കോഴ്സ് പൂർത്തിയാക്കി 200-ലധികം പേർ വീടുകളിൽ യോഗ ചെയ്യുന്നുണ്ട്. ഒരു ബാച്ചിൽ 15 മുതൽ 18 പേരെയാണ് ഉൾപ്പെടുത്തുന്നത്. TCV മാള. ഉല്ലൂർ പള്ളിക്ക് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിടിച്ച് യുവാവിന് പരിക്കേറ്റു. വടക്കേ അങ്ങാടി സ്വദേശി ജിതിനാണ് പരിക്കേറ്റത്. ഗുരുതര പരിക്കേറ്റ ജിതിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉല്ലൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ വിപ്ലവ കവി പി ഭാസ്കരനാണെന്നും വയലാർ ഗർജിക്കുന്നു എന്ന കാവ്യത്തോളം പോന്ന ഒരു വിപ്ലവ കവി വേറെയില്ലെന്നും ശ്രീകുമാരൻ തമ്പി അഭിപ്രായപ്പെട്ടു. പി ഭാസ്കരന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂരിൽ നടന്ന ഭാസ്കര സന്ധിയിൽ പി ഭാസ്കരൻ പുരസ്കാരം പി ജയചന്ദ്രന് മരണാനന്തര ബഹുമതിയായി സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജയചന്ദ്രന്റെ ഭാര്യ ലളിതയും മകൾ ലക്ഷ്മിയും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. 1 ലക്ഷം രൂപയും കുട്ടി കൊടുങ്ങല്ലൂർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമായിരുന്നു അവാർഡ്. പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബക്കർ മേത്തല, വിദ്യാധരൻ മാസ്റ്റർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശശികുമാർ, സജിത് ഏവുരേത്ത്, നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, ഫൗണ്ടേഷൻ സെക്രട്ടറി CS തിലകൻ, PT ശിവരാമൻ എന്നിവർ സംസാരിച്ചു. നിദ്രതൻ പടിവരി താമരമലർമീരി അടയും വരെ ആരാട്ടിനനുയാത്ര നിദ്രതൻ പടിവരി താമരമലർമീരി അടയും വരെ സ്മരിക്കാൻ പഠിപ്പിച്ച മനസ്സേ നീ എന്നെ മറക്കാൻ പഠിപ്പിക്കുമോ സർവവും. എറിയാട് ബ്ലോക്ക് ജനശ്രീ സുസ്ഥിര മിഷൻ വനിതാ സംഗമവും സെമിനാറും നടത്തി. DCC ജനറൽ സെക്രട്ടറി സോണിയഗിരി സംഗമം ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ മിഷൻ ബ്ലോക്ക് ചെയർമാൻ PP ജോൺ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിയൻ കളക്ടീവ് സംസ്ഥാന വൈസ് ചെയർമാൻ ഇസാബിൻ അബ്ദുൽ കരീം പ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ TM നാസർ, CS രവീന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് PB മൊയ്തു, UDF കൺവീനർ PS മുജീബ് റഹ്മാൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീബ മുരളി എന്നിവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ ശബ്ദം നിശബ്ദം പരിപാടി സംഘടിപ്പിച്ചു. ശബ്ദവും ശബ്ദപ്രയോഗവും സംസ്കരണവും ഒരു മനുഷ്യന്റെ തിരിച്ചറിവുകളുടെയും വ്യക്തിത്വത്തിന്റെയും ഐഡന്റിറ്റിയാണെന്ന് മുഖ്യപ്രഭാഷണം അവതരിപ്പിച്ച പ്രൊഫസർ അലിയാർ അഭിപ്രായപ്പെട്ടു. സാഹിതി സാംസ്കാരിക കേന്ദ്രം കോർഡിനേറ്റർ അപർണ ബാലകൃഷ്ണൻ മോഡറേറ്ററായി. കവി MD രാജേന്ദ്രൻ, ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, അനുവി നന്ദഹരി എന്നിവർ പങ്കെടുത്തു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 810 രൂപ, പവന് 64,080 രൂപ.
വെള്ളി ഗ്രാമിന് 105 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3393 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. പുന്നൂക്കരയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിനിടെ സുഹൃത്തിനെ ഭിത്തിയിൽ തലയിടിച്ചു കൊലപ്പെടുത്തി. വടക്കാഞ്ചേരിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. വാഴക്കോട് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് കടയുടമ കുഴഞ്ഞു വീണ് മരിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലയിൽ വ്യാപകമായി പോലീസ് പരിശോധന. ഹാഷിഷ് ഓയിലുമായി യുവാവിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂരിൽ MDMA-യുമായി 3 പേർ പിടിയിൽ. ചാലക്കുടി നഗരസഭയിൽ പുതിയ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച നടക്കാനിരിക്കെ കോൺഗ്രസിൽ നാടകീയ രംഗങ്ങൾ. കൌൺസിലർമാർക്ക് DCC പ്രസിഡന്റ് വിപ്പ് നൽകി. തലൂരിൽ ദേശീയപാത ഡിവൈഡറിലെ കുഴിയിൽപ്പെട്ട് റോഡിലേക്ക് വീണ വയോധികൻ കാറിടിച്ച് മരിച്ചു. മരൊട്ടിച്ചാൽ സ്വദേശി ജോസഫാണ് മരിച്ചത്. മലയോരത്തെ പാടശേഖരങ്ങളിൽ കളശല്യം രൂക്ഷമായി. മുണ്ടകൻ പാടങ്ങളിലാണ് കളശല്യം കൂടുതലായി കാണപ്പെടുന്നത്. ഇരിങ്ങാലക്കുട കല്ലേറ്റുകര ഉണ്ണിമിശുക ദേവാലയത്തിൽ ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്ന മോഷണം. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. തീരദേശ മണൽ ഖനനത്തിനെതിരെ വ്യാഴാഴ്ച തീരദേശ ഹർത്താൽ. സംയുക്ത മത്സ്യത്തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് ഹർത്താൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.